വണ്ടിയാണ് പോകഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വണ്ടി അവിടെ 4 കട്ട വെച്ച് ഇല്ല നിന്നു. ക്ലച്ച് വരുന്ന വേറെ പ്രശ്നമൊന്നുമില്ല. ചെള്ളിയേ എന്ത് പറ്റി വണ്ടിക്ക്? കരിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല. എങ്ങാണ്ട് കയറ്റാൻ കയറിയ എക്സ്പീരിയൻസ്? സാറേ ക്ലച്ചിന്റെ പ്രശ്നം മാത്രം. അതന്നെ, പെട്ടെന്ന് നിന്ന് വണ്ടിയാണ് പോകഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ വണ്ടി അവിടെ 4 കട്ടൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചേരം അത് ചൂടൊന്നാറട്ടെ, ചൂടൊന്നാറാൻ കാത്തിക്കാണ്. അപ്പൊ ചൂടാറിയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇനി ഒന്നും കൂടി കയറാനുള്ള പോക്കാണ്. അപ്പൊ നാട്ടിൽ സെല്ലാറിന്റെ കാര്യമില്ല, ഞാൻ ഇതുവരെ ഇങ്ങോട്ട് കയറിയില്ല, ഇവരും ഇങ്ങോട്ട് കയറിയില്ല. അതെ, ഒരാൾ മാത്രമേ കയറിയുള്ളൂ. ആ കയറിയ പൊടനാണെങ്കിലും മുണ്ടാണ്ട് നിൽക്കുക, കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ പണിയോ? അതങ്ങനെ ഒരു മന്ദം പകുതി എത്തിച്ചോളി നമ്മൾ, നമുക്ക് വൈബ്. അതിനൊരു കോംപ്രമൈസും ഇല്ല. കണ്ടോ, അത് മഞ്ഞാണ് കാണുന്നത്, കോടയാണ് കാണുന്നത്, അവിടെ കണ്ടോ? പക്ഷെ നമ്മൾ പകുതിയും പടി നമ്മൾ എത്തിയില്ല. നമുക്ക് ഭാഗം നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് മുക്കാ ഭാഗം കയറാണ്ട്. പക്ഷെ നേരം വെളുക്കണതിന്റെ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇരുട്ടാണ്. ഫസ്റ്റ് നമ്മൾ വന്ന് ഇവിടെ ഇനി വണ്ടി കുടുങ്ങി നിന്ന് ഇങ്ങനെ വെളിച്ചാവണം. ഫസ്റ്റ് നമ്മളാണ് എത്തിയിട്ടുള്ളത്. ഇനി വേണം ബാക്കിയുള്ളവരൊക്കെ എത്താം. ഇനി എത്ര പോവാണ്ട്? പോയജ് പറയേ 3 കിലോമീറ്റർ പോവാണ്ട്. ഇനി അടിപൊളി ഓഫ് റോഡാണ് വരാൻ പോണത്. നമുക്ക് കാണാം. അതൊക്കെ നമ്മളെ വണ്ടി നമ്മൾ കയറ്റണം. ആ ഓഫ് റോഡൊക്കെ നമ്മൾ കൊണ്ടുപോകും. വെല്ലുവിളികളൊന്നും നമുക്കൊരു ഇതായിരുന്നു, എന്തായിരുന്നു, ഒരു ഹരമായിരുന്നു. എടാ, ഇത് ഓരോ സ്റ്റെപ്പ് നടക്കും തോറും വെളിച്ചം കൂടി വരികയാണ്. അല്ല എടാ പ്രകാശമേ, ഫ്ലാഷ് ആണെങ്കിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, എന്നാ നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കാൻ നോക്കട്ടെ. എന്താ കൊളക്കു അതാ പോയാലോ? ഇതൊക്കെ അപ്പൊ കേറി പോരുന്ന വഴിക്ക് റിസോർട്ടൊക്കെ ഉണ്ട്. ബാക്കിൽ കാണുന്ന റിസോർട്ടാണ്. ഫുള്ള് കണ്ടൊക്കെയാണ്. ഒന്നും എടുക്കണില്ല, മെയിനായിട്ടുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ ആമസോൺ കാണാത്ത മനുഷ്യന്മാരൊന്നും അല്ലല്ലോ നിങ്ങള് ഇത് കാണാനായിട്ട്. വേണ്ടവരിരുന്ന് കാണുക, വെറുതെ എന്റർടൈൻമെന്റ് വേണ്ട. ഇല്ലട്ടോ, നല്ല റോഡാണ്. ഇടയ്ക്ക് ഓരോ അലമ്പുണ്ടെന്നുള്ളൂ. ഇത് ഇവിടെ കാണുന്നൊക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. അപ്പോൾ മൊബൈലിലെ ചാർജിൻ്റെ ക്ഷാമം മൂലം കണ്ട ആവശ്യമില്ലാത്ത ചവറുകളൊന്നും വീഡിയോയിൽ കയറ്റണില്ല. അപ്പോൾ കുറേ കാലമായി നടന്നിട്ട് അതുകൊണ്ട് ഒരു കിതപ്പൊക്കെ ഉണ്ട്. അയ്യോ കൊയങ്ങി വണ്ടി. അപ്പോൾ അവിടെ ഈ റോഡ് ഇങ്ങനെയാണ് പോണത്. അപ്പോൾ അതിൻ്റെ അവിടെ കുടുങ്ങിയിട്ട് നമ്മൾ സൈഡാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വണ്ടി സേഫാണ്.
നമുക്ക് എവിടെ കുടുങ്ങിയാലും നമ്മളെടുത്ത് മാറ്റും അല്ലേ. നമുക്ക് എന്ത് കുടുങ്ങല് ചെറുതായിട്ട് ക്ലച്ചൊന്ന് കഴിഞ്ഞു. അതെ ചെറുതായിട്ട് ക്ലച്ചെന്ന് പറഞ്ഞു. നമുക്ക് തന്നെ വലിപ്പം കയറൂലല്ലോ. സംഭവം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, സൈഡാക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ നടക്കുക, എല്ലാവരും ഒന്ന് നടത്തിക്കാൻ. അപ്പോൾ ഓക്കെ, ചാർജിൻ്റെ ക്ഷാമം മൂലം ഈ ക്ലിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്ത നല്ല വല്ല സീനിയറുകളും കിട്ടുമ്പോൾ കാണിച്ചു തരാം. കയറി വരുന്ന വഴിക്ക് ഒരു ചായക്കട സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്പണൊക്കെ ആയിയാണോ നിർത്തിപ്പോയതാണോ എന്താ സംഭവം എന്നറിയില്ല. ഈ ചിലപ്പോൾ നമ്മൾ നേരത്തെ വന്നതും കൂടെ ഓപ്പണൊക്കെ ആവും, അങ്ങനെയും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് കയറി വന്നു. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കിട്ടിയപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. അപ്പോൾ ഓല് കയറി വരട്ടെ, ഓല് വരുന്നുള്ളൂ. ഓല് പതുക്കെ കൂക്കി നേരത്തെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളേതായാലും എവിടെയെങ്കിലും ഇരിക്കാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇരിക്കാമല്ലോ വെച്ചിട്ട് ഒന്ന് നേർത്തുണ്ട്, ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. മാരത്തോണോട് കാണേ. ഇത് കൂടെ എങ്ങനെ കേറിയിട്ട് അങ്ങനെ വാ. ഈ വഴി പോയാ വ്യൂ പോയിന്റ് ആണ്. അതാ വ്യൂ പോയിന്റ് എന്ന് അറിയാത്തവർക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. ഇത് വേറെ ഇങ്ങോട്ടുള്ള വഴി. ഓടാൻ പോയാ വീഴല്ലേ. അപ്പൊ ഇതാണ് വ്യൂ. ഇവിടുന്ന് റീലില് കാണുന്ന, നമ്മള് റീലില് കണ്ടിരുന്ന വ്യൂ അത് ഇതിന്റെ മുകളിലുള്ള ഏകദേശം ഇതേമാതിരി ഒരു സ്ഥലം തന്നെ. ഞാൻ കണ്ടിട്ടില്ല. അല്ല ആ പുഴയിൽ കാണുന്ന വ്യൂ തന്നെ അല്ലേ. സാധനം ഇതാണ്. നമുക്ക് ഇനി മറ്റേ വേറെ സാധനം കാണിച്ചേക്കാം. ഇവിടെ പൈസ കൊടുക്ക, കടയിൽ ആളില്ലാത്തൊരു കട ഉണ്ടല്ലോ. ആ സാധനം എടുക്കുക, ഗൂഗിൾ പേ ചെയ്യുക, പൈസ ഉള്ളവർ കൊടുക്കുക, മറ്റേ സാധനം എടുക്കുക, എന്നിട്ട് പൈസ ജീപ്പിന്റെ ഓപ്ഷൻ ഉണ്ട് ചെയ്യുക. ആ കട അതാണ് ഈ കട. സാധനങ്ങളൊക്കെ ഉണ്ട്, വെള്ളം ഉണ്ട്, ഇതുണ്ട്, കടിയുണ്ട്, ഉപ്പിലിട്ട ഉണ്ട്, ചായ വേണ്ടവർക്ക് ചായ ഉണ്ടാക്കാം, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാതും ഉണ്ട്. അവ എടുക്കുക, പൈസ ജീപ്പേ ചെയ്യുക, എല്ലാ ഓപ്ഷനും ഉണ്ട്. പൈസ എവിടെ വെക്കുക? പെട്ടിയല്ല വേണ്ട, കുറ്റിയാണ് വെക്കണ്ട ഇവിടെ. എവിടെ എവിടെ എവിടെ? ആ പൈസ പോയിട്ടുണ്ട്, പൈസ വെള്ളാഴ്ചന്റെ 20. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് നമ്മളിനി മുകളിലുള്ള വ്യൂ കാണാൻ കേറാൻ പോവാണ്. അപ്പൊ നമ്മുടെ വഴികാട്ടിയായിട്ട് മൊയിലാളി മുന്നിൽ നടക്കുന്നുണ്ട്. മാരത്തോൺ ഓടാൻ വന്നവൻ. ചെറുക്കൻ രാവിലെ ഓടാൻ ഇറങ്ങിയതാണ്. അതില് നമ്മള് പിടിച്ച് പോണ വഴിക്ക് പിടിച്ച് വണ്ടി കയറ്റിയിട്ടുണ്ട്. ആ പോണു ഞാൻ അവിടെ ഒന്ന് കിടക്കേട്ടോ. ഞാനും ഇരിക്കണോ, ഓടിയാളായിരിക്കണോ. ഇതിങ്ങനെ ഡ്രോൺ ഇങ്ങനെ ഫുന്ത് ചെയ്യാ. എവിടെ ഇതിലില്ല. പാസ് ചെയ്താ ആ ഒക്കെ ഓരോ യോയോട്ട് ഇങ്ങനെ കേറി പോയിക്കോളെ. അടുത്താൾ നെക്സ്റ്റ്. പാട ചങ്ങായി ഇവര് സ്ലോ ആണ്, ഒരു കുഴങ്ങിയിട്ടുണ്ട്. കണ്ടാ തീർന്നു. വൈഡിലൊക്കെ പഠിച്ചാണേ. അത് അവിടെ ഉള്ള വ്യൂ, നമ്മള് വന്നപ്പോ ഉണ്ടായിരുന്ന ആ വ്യൂ ആണത്. സംഭവം കൊള്ളാം, എല്ലാ ഭാഗം അടിപൊളിയാണ്. വീഡിയോ എല്ലാം നോക്കിയിട്ടില്ല. അപ്പൊ അത്രയും നേരം ഞാൻ വീഡിയോ എടുത്ത് ഇനി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓൻ കുറച്ചേരം പിടിക്കട്ടെ. എന്താ കൂടി ഞാൻ മാത്രം പിടിച്ചാൽ മതിയോ? ഇന്നും വ്യായാമമാണ്, എക്സസൈസ് ആണ്. കാണാ നമ്മളെ കൊണ്ടിരുന്ന് മറ്റേ നടന്നത് കാണാല. ഇത്രയും നേരം കിട്ടാത്ത സുഖമാണ് ഈ ഒരു കയറ്റം കയറിയപ്പോൾ കിട്ടിയത്. ഈ ചെറിയൊരു കയറ്റം, അതും ലെഗിന് കാര്യമുള്ള. അത്രയും നേരം നമ്മൾ എത്രങ്ങാനും കയറ്റം കയറി വന്നു, അപ്പോഴൊന്നും കിട്ടാത്ത സുഖമാണ് ഇപ്പോൾ കിട്ടുന്നത് ഈ ചെറിയ കയറ്റം കയറിയപ്പോൾ. അപ്പം ഇതും കൊണ്ട് കയറി. ഇയാൾക്കൊരു കുഴപ്പമില്ലേ, അത് നിൽക്കണോക്കെ. ഒരു പരീക്ഷണം നടത്തണത് ഈ അച്ചിങ്ങയും കൊണ്ട്. ഈ അച്ചിങ്ങ മണേ ഇജന്നെ പറഞ്ഞാ? ഇജന്നെ പറയണോ?
ഞാൻ പറഞ്ഞ ശരിയാവൂല. ഇജ്ജ് പറയേ എന്നാ VP പറടാ മണി പറയേ. ഞാൻ പറഞ്ഞ ശരിയാവൂലടാ. എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഏതായാലും ഇതായിപ്പോൾ തട്ടിയാലാണ് ആ പരിപാടി സെറ്റാവുക. എന്നാ നോക്കിക്കോ മരം എവിടെ? ഇതാണ്ടോ മരം, ഈ സെൻറ്ററിലുള്ള മരം. നോക്കി നോക്കാം തട്ടുമല്ലേ. ഒന്ന് തട്ടി തട്ടി എടാ തട്ടിയടാ, തട്ടി 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 മരത്തമ്മ കൊണ്ടിട്ടുണ്ട്. ഒന്നല്ലാത്ത ഞാൻ അറിഞ്ഞിട്ടടക്കം സാധനം കൊണ്ട്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇതാ. ചെള്ളി സ്പോട്ടഡ്. എന്തൊരു ഫുള്ള് നിശബ്ദത. അപ്പം ഇനി ഏറ്റവും ടോപ്പിക്കുള്ള വഴിയാണിത്. ഇങ്ങനെയാണ് ഏറ്റവും ടോപ്പിക്ക് പോവുക. സംഭവം അടിപൊളി സ്ഥലമാണ്. ഞാൻ പറയണ മന്ദപ്പൊന്നും നോക്കണ്ട, അത് കയറ്റം കയറി കതച്ചോണ്ട് പറയണതാണ്. അതാണ് ഇങ്ങനെ. റൈറ്റാ ലെഫ്റ്റാ? ആ അവിടെ സൈഡായോ? അടുത്ത കോട വരണോ? മറ്റേ മണ്ടന്മാരെ താഴ്ത്തിരുന്നടി. ഓൽക്ക് കിട്ടിയില്ല. പക്ഷെ ഇതിന്റെ രസമല്ല കേട്ടോ. അവിടെ മോൾക്ക് കയറുന്നവർ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുന്ന പറഞ്ഞാല് ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ഭംഗി കൂടും. അടുത്ത കോട വരണോ? ഇനി ഇത് ഇങ്ങനെ കൊണ്ടുപോട്ടോ. ഇനി ഇങ്ങനെ ബാക്കിക്ക് വേണ്ടിയാണ് തായി കൊടുത്താ. ഇത് ഇങ്ങനെയൊന്ന് പടക്കിയിരുന്നല്ലേ. ഇങ്ങനെ കൊണ്ടുപോവാ, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുക, ഇനി അതേമാതിരി താത്തുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുക. തല ഇതൊടിഞ്ഞണോക്കാ കമ്പി ഇല്ല. പിന്നെ അത് നിക്കണോക്കെ എന്തോ ഒരു ഇതിൽ നിക്കുകയാണ്. അപ്പൊ മച്ചാനെ നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയാലോ? നമ്മൾ ഇനി അഡ്വഞ്ചർ പിടിക്കാൻ പോവുകയാണ്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ആരും പോകാത്ത വഴിയിലാണ്. ഈ ഭാഗത്ത് കൂടി ആരും പോകാത്ത വഴികളിൽ ഇങ്ങനെ നമ്മൾ പോവുകയാണ്. അതാരും പോകാത്ത പറഞ്ഞിട്ട് എങ്ങനെ ആരും പോകാത്ത വഴി ഉണ്ടാവണം ഇവിടെ? ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളവിടെ നോക്കിയപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഉണ്ടാകും. പ്ലാസ്റ്റിക് ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കണം അവിടെ ആൾ എത്തിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഈ വഴിയിലാണ് ഇനി പോവുകയാണ്. പക്ഷേ ലുക്കൊക്കെ ആകെ ബാഡായിക്കൊണ്ടുണ്ടാവും. 2 മണിക്ക് നീച്ച് കുളിച്ചിറങ്ങിയതാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം, ഇവിടെ കയറിയപ്പോഴേക്കും ആകെ വേർത്ത് ആകെ അലമ്പായി.
ആഹാ ഇവിടെ അടിപൊളിയാടാ. ഡാ ഇങ്ങോട്ട് വേണ. ഓ പൊളി. പൊളി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് മണിയെ കുട്ടികളെ വിളിക്കണ്ടേ? മണിമേക്ക് എത്തുന്നില്ല. അച്ഛനോട് പേര് മാറ്റാൻ അല്ലെ ബാബുവോ അല്ലെ ഉണ്ണിയോ അങ്ങോട്ട് പോരെ. കുട്ടികള് ഇതും ഇവിടെ ഉള്ളൊരു വ്യൂ ആണ്. അതെന്താ ശുദ്ധവെള്ളം. ശുദ്ധവെള്ളം കുടിക്കൂ. ശുദ്ധവെള്ളം കുടിക്കൂ. നല്ല ഈച്ചകളൊക്കെ പാറടുക്കൽ നിന്ന് വരുന്ന വെള്ളം ശുദ്ധമായ വെള്ളം എന്നാണ് എല്ലാരും പറയാറുള്ളത്. ഞങ്ങൾ പറയാറുള്ളത്. അത് മനുഷ്യന്മാരെ ഹാൻഡ് ബ്രേക്ക് ഞാന് പറഞ്ഞില്ലേ അങ്ങോട്ടടിക്കാം. ഓണാക്കിയിട്ടില്ലേ കുറച്ചോനെ.